പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചന ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടിയെന്ന് അവൻ ഉത്തരം പറഞ്ഞ്, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ അത് നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. സർവശക്തനായ ദൈവം മോശയെ ഒരു മഹാദൗത്യത്തിനായി വിളിച്ചപ്പോൾ മോശയുടെ ഹൃദയം ഭയത്താൽ നിറഞ്ഞിരുന്നു. താൻ അയോഗ്യനാണെന്നും തനിക്ക് യാതൊന്നിനും കഴിയില്ല എന്നും മോശ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ദൈവം മോശയോട് ലളിതമെങ്കിലും ആഴമുള്ളൊരു ചോദ്യം ചോദിച്ചത്. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? മോശയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു സാധാരണ വടിയായിരുന്നു. ആടുകളെ മേയ്പ്പാൻ, വഴി താങ്ങായി നിൽപ്പാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉണക്കവടി. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേകതയും ഒരു മൂല്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം മോശയോട് ചോദിച്ചത് എന്താണെന്ന് നാം ഇവിടെ ശ്രദ്ധിക്കണം. ഒരു പുതിയ വടി എടുക്കൂ എന്നല്ല, നിന്റെ കയ്യിലുള്ളത് എന്ത് എന്നാണ് ദൈവം മോശയോട് ചോദിച്ചത്. മോശെ ആ വടിയെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നിലത്തിട്ട നിമിഷമാണ് അതിന് മാറ്റം സംഭവിച്ചത്. സമർപ്പണം ഇവിടെ ആരംഭിക്കുന്നു. മോശെ സ്വന്തം കയ്യിൽ നിന്ന് വിട്ട് ദൈവവരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അത് മോശയുടെ വടിയല്ല, പിന്നീട് ദൈവത്തിന്റെ വടി തന്നെയായി മാറി. പിന്നീട് നാം കാണുന്നത് അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയാണ്. മിസ്രൈമിലെ മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങുന്ന വടിയായി, ചെങ്കടലിൽ ദൈവജനത്തിനു വേണ്ടി വഴി തുറക്കുന്ന വടിയാക്കി ദൈവം അതിനെ തീർത്തു. ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന വടിയായി, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്ന വടിയാക്കി ദൈവം അതിനെ തീർത്തു. ചുരുക്കി പറഞ്ഞാൽ ദൈവജനത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയെ തുറക്കുന്ന ഉറവയാക്കി ആ വടിയെ ദൈവം തീർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്നും ദൈവം നമ്മോട് ഇത് തന്നെ ചോദിക്കുന്നു. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? നമുക്കുള്ള കഴിവുകളാകാം, അറിവാവാം, അനുഭവങ്ങളാവാം. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദൗർബല്യങ്ങൾ തന്നെയാകാം. നമ്മുടെ കൈവശം നാം പിടിച്ചു നിർത്തുന്നിടത്തോളം ഇവ ലൗകിക കാര്യങ്ങൾക്ക് മാത്രമേ ഉപകരിക്കൂ. എന്നാൽ അവയെ പൂർണ്ണമായി ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവം അവയെ അത്ഭുതങ്ങളുടെ ഉപകരണങ്ങളാക്കി മാറ്റും. ഇന്ന് ഈ പ്രഭാതം ഒരു പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രഭാതമാക്കി കർത്താവ് തീർക്കട്ടെ. നമ്മുടെ തളർച്ചയെ ദൈവം ശക്തീകരിക്കട്ടെ. നമ്മുടെ നിസ്സഹായാവസ്ഥയെ മഹത്വമാക്കി കർത്താവ് തീർക്കട്ടെ. അതിനായി നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അധികമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.